നമ്മൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ പറ്റി പറയുമ്പോൾ അവർ ഒരു കാലത്ത് ഏതിനെയൊക്കെ എതിർത്തിട്ടുണ്ടോ അതിനെയൊക്കെ സ്വീകരിച്ച ഒരു ചരിത്രം ആ പാർട്ടിക്കുണ്ട്. CPM എന്ന് പറയുന്ന ചരിത്രപരമായ മണ്ടത്തരം എന്ന് തന്നെയാണ് അതിൻ്റെ പൂർണ്ണരൂപം. വേറെ പൂർണ്ണരൂപമൊന്നും പറയാൻ സാധിക്കില്ല. കേരളത്തിലെ കാർഷിക വികസനത്തിന് വേണ്ടി ട്രാക്ടർ കൊണ്ടുവന്നപ്പോൾ എതിർത്തതാരാണ്? കേരളത്തിലെ തൊഴിൽ രംഗത്തിന് അല്ലെങ്കിൽ പ്രാബല്യം കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്ന കമ്പ്യൂട്ടർവൽക്കരണത്തെ എതിർത്തതാരാണ്? ഇവിടുത്തെ രാമായണ മാസാചരണത്തെ എതിർത്തതിന് ശേഷം ഇപ്പോൾ പഴയ മന്ത്രിയായിട്ടുള്ള നമ്മുടെ പഴയ ജി സുധാകരനും പ്രതിഭാ ഹരിയും ഒക്കെ ഇപ്പോൾ കർക്കിടകത്തിലെ 30 അല്ല 35 ദിവസവും രാമായണം വായിക്കുകയും ദേശാഭിമാനി പത്രത്തിൽ ലേഖനങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. അഷ്ടമിരോഹിണിയും ശ്രീകൃഷ്ണ ജയന്തിയെ എതിർത്തതാരാണ്? അവരൊക്കെ തന്നെയാണ് ഇന്ന് അമ്പാടിമുക്കിലെ കണ്ണൂരിലെ ഒക്കെ തന്നെ ഈ ഇതേപോലെ ശ്രീകൃഷ്ണ ജയന്തികൾ നടത്തുന്നത്. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേകത, യാതൊരു വിധമായ ധാർമ്മികതയുമുള്ള വ്യക്തികളല്ല ഇന്ന് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്നത്. ഏതെങ്കിലും പാർട്ടിയിൽ പ്രവർത്തിച്ചതിന് ശേഷം ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാതെ വരികയാണെങ്കിൽ ചാടിപ്പോയിട്ടുള്ളവരാണ്. കണ്ണൂരിലെ മലബാർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റായ വാസു മാസ്റ്റർ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന PS പ്രശാന്ത് മാസങ്ങൾക്ക് മുമ്പ് വരെ KP ശ്രീകുമാറിൻ്റെ പാർട്ടിയുടെ നേതാവായിരുന്നു. MR മുരളി കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായിരുന്നു. ഒരു കാലത്ത് പാർട്ടിയിൽ നിന്ന് പിണങ്ങി മാറുന്ന വ്യക്തിയാണ്. ഇത്തരത്തിൽ ധാർമ്മികതയുള്ള വ്യക്തികളാൽ നയിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനം അല്ലാത്തത് കൊണ്ടാണ് ഈ സംഭവിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ അടുത്ത കുറേ കാലം കഴിയുമ്പോൾ പിണറായി ആയിക്കൊള്ളട്ടെ, വാസവനായിക്കൊള്ളട്ടെ, എല്ലാവരും ഇരുമുടി കെട്ട് വേന്തിക്കൊണ്ട് ശബരിമലയിൽ ദർശനം നടത്തുന്ന ഒരു കാലഘട്ടം അതിവിദൂരമല്ല. ഒരു ചെറിയ കാര്യം കൂടെ